നമസ്കാരം. പതിരും കതിരും. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന് പി ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്. അന്നത് കേട്ട് സംഗീത നിരൂപകർക്ക് ഒരു സംശയം. കായൽ അരികത്തെന്തിനാ വലയെറിഞ്ഞത്? കായലിലെറിഞ്ഞാലല്ലേ മീൻ കിട്ടൂ എന്ന്. അതിന് മറുപടിയായി ഭാസ്കരൻ മാഷ് പിന്നീട് ഒരിക്കൽ പറഞ്ഞതാണ് രസം. കായലിൽ വലയെറിഞ്ഞാൽ മീൻ കിട്ടും, വളരെ ശരിയാണ്. പക്ഷേ പെണ്ണിനെ കിട്ടണമെങ്കിൽ കായൽ അരികത്ത് തന്നെ വലയെറിയണം. ഇങ്ങനെ പെണ്ണിനെ കിട്ടുമെങ്കിൽ എവിടെ വേണമെങ്കിലും വലയെറിയുന്ന കോന്തന്മാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. അതിനായി ഉടക്കുവല, വീശുവല എന്നിവ മാത്രമല്ല, ഒറ്റാല് മുതൽ വാരച്ചൂണ്ട വരെ ഇവന്മാർ ഉപയോഗിച്ചെന്നിരിക്കും. അത്തരത്തിലുള്ള വഷളന്മാരാണ് ഇതെല്ലാം. സാധാരണ ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും സഖാക്കൾക്കുമെതിരെ കിട്ടുന്ന പരാതികളെല്ലാം എടുത്ത് പരണത്ത് വയ്ക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു രീതി. മാതൃകാ പുരുഷോത്തമന്മാരായ KPCC-ക്കാർ അവർക്ക് കിട്ടിയ പരാതി കയ്യോടെ പോലീസിന് ഫോർവേഡ് ചെയ്ത് ഉത്തമമായ മാതൃക കാട്ടിയതോടെ പിണറായിക്കും ആ വഴി തേടേണ്ടി വന്നു. അങ്ങനെ സാംസ്കാരിക നായകനും മുൻ MLA-യുമായ ചലച്ചിത്രകാരൻ കുഞ്ഞയഞ്ഞത് പെണ്ണുകേസിൽ പ്രതിയായി. കുറേ കാലമായി ഈ ബിരുദനെതിരെയുള്ള പരാതി മുഖ്യൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ചുരുട്ടി ശുദ്ധമായ ഇടതുകക്ഷത്തിൽ വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. ഈ പരാതി കയ്യിലിരിക്കുമ്പോഴാണ് മുഖ്യൻ മാങ്കൂട്ടത്തലിൻ്റെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി നാടാകെ പറഞ്ഞു നടന്നത്. അയാളെ ഉപദേശിച്ച് നന്നാക്കാതെ കോൺഗ്രസ് കയറൂരിവിട്ടിയൊന്നായിരുന്നു മുഖ്യൻ്റെ പരാതി. കൈരളി ചാനലിൽ പണ്ട് പ്രവാസലോകം പരിപാടി നടത്തിയ പുള്ളി കൂടിയാണ് PT കുഞ്ഞുമുഹമ്മദ്. സ്ത്രീ സുരക്ഷ, അതിജീവിത എന്നൊക്കെ പറയുന്ന പിണറായി എന്തിനായിരുന്നു ആ പരാതി കയ്യിൽ വെച്ച് ഇത്രയും ദിവസം ഞെരടിയത്? അതിജീവിതയ്ക്ക് വേണ്ടി കരയാൻ ശിവൻകുട്ടി എവിടെ? വീണ ജോർജ് എവിടെ? സൈബർ ചാവേറുകൾ എവിടെ പോയി? അവൾക്കൊപ്പം നമുക്ക് നിൽക്കണ്ടേ? അവളോടൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടണ്ടേ? ഉണ്ടംപൊരി ചിറ്റപ്പൻ മുകേഷിൻ്റെ പീഡനത്തെപ്പറ്റി പറഞ്ഞത് അത് സിനിമാ മേഖലയാണ്, അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പതിവാണെന്നാണ്. അതുപോലെയല്ല രാഷ്ട്രീയം. മൂല്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, മൂലം കൊണ്ട് ഉറച്ചിരിക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കുഞ്ഞഹമ്മദിനെതിരെ കേസെടുത്തിട്ടുള്ളത്. 60 വയസ്സിന് മേലോട്ടാണ് CPM-ൽ ഞരമ്പ് രോഗങ്ങൾ മൂർച്ഛിക്കുന്നത്. ആ സമയമാകുമ്പോഴേക്കും വിപ്ലവമൊക്കെ ശമിക്കും. അതോടെ ശൃംഗാര രസത്തിലേക്ക് കടക്കുകയായി. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് മുന്നോടിയായിട്ടാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിക്ക് സംവിധായകൻ ആക്ഷൻ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ഈ കുഞ്ഞു മുഹമ്മദ് ഇതുവരെ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സംഭവം നടന്ന ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കേണ്ടതില്ല എന്നായിരുന്നു പോലീസിന് ശശിയെങ്കിലോ മറ്റോ നൽകിയിരുന്ന ഉപദേശം. പരാതി രഹസ്യമായി സൂക്ഷിച്ചു. കോഴിത്തലയും കൊക്കരക്കോയും പൊതിച്ചോറുമായി DYFI-ക്കാർ രാഹുലിന് പിന്നാലെ നടക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് ഓർക്കണം. ഇങ്ങനെയാണെങ്കിൽ DYFI-ക്കാർ കുറേ പൊതിച്ചോറ് കെട്ടേണ്ടി വരും. കുഞ്ഞു മുഹമ്മദിനുള്ള പൊതിച്ചോറിൽ ഒരു കഷണം അയക്കൂറ വറുത്തത് വെക്കാൻ മറക്കല്ലേ സഖാക്കളെ. ഈ പരാതിയെപ്പറ്റി കുഞ്ഞു മുഹമ്മദ് പറയുന്നതാണ് കേൾക്കാൻ രസം. എനിക്ക് പലവിധമായ രോഗങ്ങളുണ്ട്. യുവതി തെറ്റിദ്ധരിച്ചതാണ്. മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. പല രോഗങ്ങളിൽ ഒരു രോഗം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അതിനുള്ള മരുന്നാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസ്. പെണ്ണുങ്ങളെ തക്കത്തിന് കിട്ടുമ്പോൾ പുറത്തു വരുന്ന ആ മാറാ രോഗം ഏതാണ് സഖാവേ? പണ്ട് PJ ജോസഫ് ഒരു സ്ത്രീയെ തോണ്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് രോഗമുണ്ട്, അതിൻ്റെ മരുന്ന് കഴിച്ചപ്പോഴുണ്ടായ സൈഡ് എഫക്റ്റ് ആണെന്നാണ്. PT കുഞ്ഞുമുഹമ്മദ് സാറിൻ്റെ രോഗം കണ്ട് പരാതിക്കാർ തെറ്റിദ്ധരിക്കണമെങ്കിൽ ആ രോഗലക്ഷണം അപ്പോൾ എങ്ങനെയാകും അവിടെ പ്രകടിപ്പിച്ചത്? അല്ലയോ സഖാക്കളെ, വിത്തുകാളയായി മുക്കറയിട്ട് നടക്കുന്ന രാഹുലിൻ്റെ പ്രായമല്ലല്ലോ ഇടതുപക്ഷത്തെ കാഞ്ഞ പുള്ളികൾക്കൊന്നും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെ ഞരമ്പിൻ്റെ പൈതാഹങ്ങൾ മാറാത്തത്? ലൈംഗിക മനോരോഗം അപ്പോൾ ഒരുത്തന് മാത്രമല്ല. ചോദിച്ചാൽ ഗോവിന്ദൻ പറയും കുഞ്ഞു മുഹമ്മദ് പാർട്ടി അംഗമല്ല, ഇടതു സഹയാത്രികനായ ബുദ്ധിജീവിയാണെന്ന്. പാർട്ടി ബുദ്ധിജീവികളെ ചോദ്യം ചെയ്തുകൂടാ. അപ്പോൾ പപ്പനോ? സഖാക്കൾ കട്ടാലും കൊന്നാലും പാർട്ടിക്കാരനെതിരെ നടപടി എടുത്തുകൂടാ. സാധാരണ തെരഞ്ഞെടുപ്പ് ദിവസം വല്ല പുതിയ പെണ്ണുകേസുമായി വന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നതായിരുന്നു പിണറായി വിജയൻ്റെ ശൈലി. എന്നാൽ പുറത്തെടുത്ത ആയുധങ്ങളെല്ലാം ഉത്തരയുടെ ഗർഭത്തിലേക്ക് തന്നെ തിരിച്ചുവിടേണ്ട അവസ്ഥയായി. ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടത് തികച്ചും ശാന്തനായിട്ട് തന്നെയാണ്. ചെമ്പുവാസുവും കോപ്പർ പത്മനും പണി തന്നതിനൊപ്പം PT കുഞ്ഞയഞ്ഞതുകൂടി പെണ്ണുകേസിൽപ്പെട്ടതിൻ്റെ ദണ്ണത്തിലാണ് മൂപ്പരിപ്പോൾ. ജനങ്ങൾ CPM-നെ ഹൃദയത്തിൽ ഏറ്റുകയാണ് പോലും. വർഗീയതയ്ക്കെതിരെയായിരുന്നു ഇന്നത്തെ പ്രസംഗമെല്ലാം. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്നത്തെ വിഷയം. കണ്ണൂരിൽ പോയി പഞ്ചായത്തോട്ട് ചെയ്ത ശേഷമുള്ള വിശ്രമത്തിനിടയിലാണ് മുഖ്യൻ പ്രത്യക്ഷപ്പെട്ടത്.
പക്ഷേ വെറും കയ്യോടെ വന്ന് നാലുകവിൾ വർത്തമാനം പറഞ്ഞതല്ലാതെ പഞ്ചുള്ള ഡയലോഗൊന്നും കാച്ചാൻ കഴിഞ്ഞില്ല. അങ്ങനെയായിരുന്നെങ്കിൽ 10 ഓട്ട് ഒപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ വന്നതും പോയി, ഒറ്റാലിൽ കിടന്നതും പോയി എന്നതാണ് ഒരവസ്ഥ.